ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 2 തരം സ്പെഷ്യൽ ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വിശപ്പകറ്റാനും ദാഹം മാറ്റാനും പറ്റിയ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ 2 തരം ജ്യൂസാണ് ഇത്. ഇഫ്താർ സ്പെഷ്യലായിട്ടും വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ നമുക്കിത് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് കുറച്ച് കസ്കസ് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ആദ്യം നമുക്ക് കക്കിരി ചേർത്തിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കാം. ഞാൻ 2 കക്കിരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 കക്കിരിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കട്ടപ്പാലാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല തണുത്ത പാലായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 3 ഏലക്കായ തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പാൽ തന്നെ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ടിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ആപ്പിളാണ്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കസ്കസ് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇഫ്താറിനും അതുപോലെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ളൊരു ജ്യൂസാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ഓറഞ്ച് ചേർത്തിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കാം. അപ്പം ഞാനിത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ നല്ല തണുത്ത വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്തിട്ടുള്ള ഓറഞ്ച് ലെമൺ ജ്യൂസ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി സെർവിങ് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദാഹവും ക്ഷീണവും അകറ്റാൻ പറ്റിയ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതുമായ നല്ല ജ്യൂസാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.